തണ്ണിമത്തൻ കണ്ടപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വന്നു. ബിരിയാണി ചെയ്താലാ? ആ നെയ്യുടെ ഒരു മണം അല്ലേ. ചാറും കൂടി എടുക്കാറുണ്ടല്ലേ? ഒന്നും വേണ്ട, നല്ല രസമുണ്ട്. ചിക്കൻ കിട്ടിയില്ലേ? ചിക്കൻ കിട്ടി അമ്മേ. ചിക്കൻ കിട്ടാതെ വരുമോ? ഞാൻ പെട്ടുപോയി. ഇവിടെ വെച്ചമ്മേ. അപ്പോ ചൂട് കാരണം തച്ചിന് മേടിച്ചിട്ടുണ്ടല്ലോ തണ്ണിമത്തൻ. ചത്തേ നോക്കിന്റെ കൈ എന്താ? ഈ തണ്ണിമത്തൻ കണ്ടപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വന്നു. തണ്ണിമത്തൻ്റെ ഒരു സംഭവം ചെയ്താലോ? എന്താണ്? നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ഈ തൊലിയൊക്കെ വെട്ടി കളഞ്ഞിട്ട് നമ്മൾ അച്ചാറും തോരനൊക്കെ ഉണ്ടാക്കൂലേ? നമുക്കൊന്ന് വേറൊരു പരിപാടി ചെയ്താലോ? എന്തോരം അനക്കൂലാണ്ടൊക്കെ ഞെട്ടി നിക്കുക. എന്തെന്ന് എനിക്കൊന്നും പിടികിട്ടിയില്ല. അപ്പൊ നമുക്ക് തണ്ണിമത്തൻ്റെ ചെയ്യാല്ലേ? തണ്ണിമത്തൻ്റെ അല്ലേ ഇപ്പം ബിരിയാണി ഉണ്ടാക്കണത്? ആ ബിരിയാണി ചെയ്താലോ? ഇതൊന്നും എടുത്ത് മാറ്റുമോ? ഞാൻ ചിക്കനൊന്ന് മുറിക്കട്ടെ. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി സവാള, ഇഞ്ചി, വെളുത്തുള്ളി. സവാള കുറച്ച് കൂടുതൽ വേണേ. പിന്നെ പുതിനയില, മല്ലിച്ചീരയൊക്കെ കഴുകി വെച്ചോ മാളു കേട്ടോ. അയ്യോ മാപ്പിക്കോ, എനിക്കൊരു പാത്രം എടുത്തിട്ടുണ്ട് തരണേ. ഇത് ഞാൻ എടുക്കാം. അതെടുത്തു. ഇത് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങള് പോണേ. ആ ശരി അമ്മ. പോയി അമ്മായിനെ സഹായിച്ചോ. ഓക്കെ. ഇതുവരെ കത്തി കിട്ടിയില്ലേ? കെട്ടിപ്പോയി. ഞാൻ ഇതറിയാം. എനിക്കിതേ അറിയാം. നല്ല മൂർച്ചുള്ള കത്തി എടുത്തിട്ടൊന്നും അറിയണ പോയിട്ടൊന്ന് ചീക്കാൻ കൂടി പറ്റുന്നു. ഇതും അങ്ങനെ തന്നെ ആണല്ലേ? ഞാൻ വെളുത്തുള്ളി കളിക്കുമ്പോൾ നീ ഇഞ്ചിയും കൂടെ എടുത്താൽ മതി. മറ്റേ അത്രയും കൂടെ ഉള്ളൂ ഇനി.
ആ നെയ്യുടെ ഒരു മണം അല്ലേ. മതിയല്ലോ. മതി. മാളു ഓ വന്നേ. ഓ നീ ഇതേ കൊണ്ട് ചതച്ചോണ്ട് വാ. ഏത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി എന്താ 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 മുന്തിരി. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയായിരുന്നു. ഒരെണ്ണം കൊടുക്കമ്മായി പാവം. അല്ലെ നമുക്ക് കൊതി കിട്ടും. എത്രയും മതി. ഓടിപ്പോ ഓടിപ്പോ. അത് അല്ലെങ്കിൽ അത് കുറവാ മാളു. അരയരുതേ, ചതച്ചാ മതിയേ. ചതച്ചാ തക്കാളി ഒന്നും അരിയണ്ട. തക്കാളിയൊക്കെ വെറുതെ തട്ടിക്കൂട്ടരിയല്ല, അത് ചിക്കൻ വേവുമ്പളേ കൂടെ അങ്ങ് വെന്തോളും. അതാ പിന്നെ ഞാൻ സവാള പെറുക്കിനകത്തിട്ട വാവേന്ന് മാളു വിളിച്ചു കുഴപ്പമില്ല. അയ്യോ വാവ, കുഞ്ഞു വാവ. ആയിരുന്നു ഒരു നാൾ. എനിക്ക് വയ്യ. അയ്യോ നീ അത് ആദ്യം ഇട്ടാ. ആ സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അത് പെട്ടെന്ന് വഴഞ്ഞു പോകും. ഇത് നീ അരിഞ്ഞ സവാള. മനസ്സിലായ വ്യത്യാസമുണ്ട് കണ്ട. ഓക്കെ, ഇത് പെട്ടെന്ന് ഫ്രൈ ആയി ഇപ്പോൾ. ഫ്രൈ ചെയ്ത് നേരത്തെ അമ്മായി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനിയും ഫ്രൈഡ് ആവശ്യമില്ല നമുക്ക്. സവാള ഫ്രൈ. അറിവില്ലാത്ത കുഞ്ഞല്ലയോ. അറിവില്ല പൈതങ്ങളാണ്. ഒന്ന് ക്ഷമിക്കൂ. ക്ഷമിച്ച്. ആദ്യം ഇത് വഴറ്റി വിട്. അതവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ടോ അമ്മായി, നല്ലോണം ഉപ്പിട്ടോ. ചിക്കൻ ആവശ്യമാണ്. പോരെ. ഓക്കെ സെയിം. പുറത്ത് നിന്നോ. ആക്കണോ? ഇളക്കണോ? നീയേ മാളു ഇത് കൊണ്ട് വെച്ചിട്ട് ചിക്കൻ എടുത്തുണ്ടോ. അമ്മായി ഇളക്കിക്കോളൂ. എന്നാ ഇത് കൊണ്ട് വെച്ചോ. ഇതോ? ഇത് കട്ടിങ് പാഡ്. മൂത്തമ്മായി ഇല്ല, സാധനങ്ങളാ. ഒരു സവാള അമ്മായി, ഒരു സവാള തന്നെ. സവാള എടുത്തോണ്ട്. അതല്ല, ഉപ്പ് നോക്കാൻ. ഉപ്പ് ഉണ്ടോ? മതിയോ? എരിവില്ലല്ലോ അമ്മായി? നോക്കിയില്ലല്ലേ, എരിവില്ല. പച്ചമുളക് ഇടണം. നീ പോയിട്ട് പച്ചമുളക് എടുത്തുണ്ടോ ഞങ്ങൾ. അപ്പം എരിവ് കാണുമോ? എരിവ് കുറവായിരിക്കും. വേണോ അമ്മയ്ക്ക് മുളക് പൊടി? വേണോ? അതെല്ലാം വേണമെങ്കിൽ ഇടും. അമ്മാളു വരുമ്പോ മുളക് പൊടിയും കൂടി എടുത്തോ. ഇനി കൂട്ടിയിട്ടോ സവാള. ഒയ് ഇതാ കത്രി വെച്ചിട്ട് പച്ചമുളക് കീറിയിടേ. മതിയാ? ചേച്ചി ഇങ്ങനെ തന്നെ മുറിക്കാൻ പറഞ്ഞു. കിട്ടോ. ഇതാ മല്ലിച്ചീരയും പുതിനയും പകുതി എടുത്തിട്. ഏതായിട്ടത് ഇപ്പോ? രണ്ടും ഒരുമിച്ച്. തൈര് ഒഴിച്ചോ. മാറും. ചിക്കൻ എടുത്തോ. ഇങ്ങനെ ഇരട്ടെ? ഇട്ടോ.
കറയി വീഴാതെ നമ്മ ഇളക്കി ഇങ്ങോട്ടെടുത്ത് പോയി. നീ കഴുകാൻ പോയിട്ട് മാളു ഇതെടുത്തോണ്ടോ, മൂടി എടുത്തോണ്ടോ ആട്ടാ. ഒരു മിനിറ്റ് മാളു. മതി. ഇവിടെ മൂടി വെച്ചിട്ട് ബാ നമുക്ക് തണ്ണിമത്തൻ എടുക്കാം. മൂട്. ഓ അടിപൊളി. നൈസ് പൊളി. ഫുള്ളാ അച്ചമ്മ എടുക്കണ്ടേ? ഇതല്ലേ അതിൽ അടയ്ക്കണേ. ഇത്രയോ? എന്താ കഴിച്ചൂടെ? കുഴപ്പമുണ്ടോ കഴിക്കുന്നതിന്? നഹി. പണ്ട് ഞാൻ ഇത് കഴിക്കാത്തറിയാവോ? എൻ്റെ കുരുവില്ലേ, എൻ്റെ വയറ്റിൽ പോയി ട്രീ ആവുമെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് സത്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. അബ്രാം എൻ്റെ പേര്. നീ ഇത് വയറ്റിച്ചൊന്നും കുരുത്ത് വരും, സൂക്ഷിച്ചോ. രാവിലെ ഫുള്ള് വെയിൽ, അപ്പൊ തണ്ണിമത്തം കഴിക്കാൻ പറ്റില്ല. ഈ മഴയത്ത് തണ്ണിമത്തൻ എന്താ അവസ്ഥയാണ് മേ. ഈ മഴ പെയ്തെന്ന് പറഞ്ഞാലും തണ്ണിമത്തം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പോഴും ചൂടെടുക്കുക, ചൂട് തന്നെയല്ലേ. ഇറക്കിക്കോ അമ്മായി അത്. ഇവിടെ വെച്ചു, ഒരെണ്ണം അവിടെ വെച്ചു. പിടി. പിടി. അമ്മ ഈ അണ്ടിപ്പരിപ്പ് മുഴുവൻ മാളും എടുത്ത് കഴിച്ച്. ഞാൻ കഴിച്ചില്ല. കഴിച്ച്. അല്ലാണ്ട് ഇതോടെ പോവാനാ? കാക്ക കൊണ്ടുപോകില്ലല്ലോ. വളർന്ന് വരണ പെണ്ണാണ്, ഇങ്ങനെയുള്ള മെണുണിപ്പൊന്നും കാണിക്കരുത് പറഞ്ഞാട്ടാ. കേട്ടല്ല? കേട്ടോ. അന്യ കുടുംബത്തിൽ പോവാനുള്ളതല്ലേ, അത് കാരണം അവിടെ ചെന്ന് കുറച്ച് ഇതൊക്കെ കാണുള്ളൂ. അമ്മ ഉദ്ദേശിക്കുന്ന കട്ട് തിന്നരുതെന്ന്. ആ അതന്നെ. ചേട്ടായി കൂടെ എനിക്കിട്ട് താത്ത്. പോയി പഠിച്ചല്ല പെണ്ണ്. അതിന് മാളൂന് പണി. ഇത് അടച്ചു വയ്ക്കേ. അടച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി വയ്ക്കും. അപ്പൊ എനിക്ക് എളുപ്പമായിരുന്നു. മാളു അപ്പുറത്തോട്ടോ, ദമ്മാക്കാൻ വേണ്ടിയിട്ട്. ഒന്നിങ്ങോട്ട് ചരിഞ്ഞു പോയി.
നിർത്തണ്ടേ? എന്നാ നീ ഇപ്പുറത്ത് വന്ന് ഇത് ചെയ്. ഞാൻ അപ്പുറത്ത് പോയി തീ കത്തിക്കാം. ഞാനിതേ ഒന്ന് ഇതിനി ചുങ്ങിയിട്ട് ഇതൊന്ന് ചുങ്ങട്ടെ. ചുങ്ങിയിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോഴത്തേക്കും നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യും. രണ്ടും ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ? അല്ല, രണ്ടും ഒരുമിച്ച് എടുക്കാമല്ലോ, ഓരോന്നോരോന്ന് കൊണ്ടുവരാം. ശരി ശരി. അപ്പം എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങൾ ടേബിൾ സെറ്റ് ചെയ്തോ. ചുങ്ങിട്ട് കൊണ്ടോട്ടാ. ചുങ്ങിയിട്ട് കൊണ്ടുവരാം കേട്ടാ. നമ്മളവിടെ ചെന്ന് വായി നോക്കി ഇരിക്കാൻ. അല്ല, ഞാൻ നിങ്ങളെ വെറുതെ പുകയിൽ നിർത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഓ, ഇത്രയും സമയം ഒരു കുഴപ്പമില്ലായിരുന്നു. അത് ഇത്രയും സമയം ഇതിന്റെ ആവശ്യം ഇനി വെറുതെ പുക കൊണ്ട് നിൽക്കണ്ടേ? കണ്ടമ്മായി 3-4 ഗ്ലാസ് തണ്ണിമത്തം കുടിച്ചിട്ടുണ്ട് അവള്. എന്നിട്ട് ഇപ്പൊ ഇത് ബിരിയാണി ആയി കഴിഞ്ഞപ്പോ വേണ്ടത്. 3-4 കൂടെ ആയപ്പോ 7 ആയി. നമ്മൾ ഞാൻ കട്ടൻ എടുത്തരോ. അച്ചാറും കൂടി എടുക്കാറുന്നല്ലേ? ഒന്നും വേണ്ട. എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഒന്നും വേണ്ട. ഓ, സമാധാനം. പറഞ്ഞില്ല, ചോറ് ഇത്തിരി വെന്തു പോയല്ലേ? ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മൊത്തം എനിക്ക് കിട്ടി. ആകെ 2-3 ഉണ്ടാവുള്ളൂ. മുന്തിരി എനിക്ക് വേണ്ട. മുന്തിരി എനിക്കും വേണ്ട. അമ്മായിക്ക് വേണം അമ്മായി മുന്തിരി? ഞാൻ മല്ലിച്ചീര പെറുക്കി കഴിക്കുക, അമ്മായി മല്ലിച്ചീര മാറ്റി വയ്ക്കണം. അല്ലാതെ തന്നെ കഴിക്കാനുള്ള സാധനം ഇവിടെ ഇരിക്കുകയല്ലേ.